മോൻസൺ മൗങ്കൽ പ്രതിയായ തട്ടിപ്പ് കേസിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. എറണാകുളം ക്രൈംബ്രാഞ്ച് ACJM കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ പരാതിക്കാർ എന്ത് തന്നെയാണെങ്കിലും അന്വേഷണ സംഘത്തിന് എതിരായി തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അന്വേഷണത്തിൽ അവർ സംതൃപ്തരല്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ സുധാകരനെതിരെയുള്ള ഈ ഒരു കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു വലിയൊരു ആരോപണം കൂടി പരാതിക്കാർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ സുധാകരന്റെ ഈ ഒരു കേസ് ഇപ്പോഴല്ല ചർച്ചയാകുന്നത്. ഒരു വർഷം മുൻപേ തന്നെ സുധാകരനെതിരെ ഇത്തരമൊരു നീക്കമുണ്ടാകുന്നു. അതായത് ഈ ഒരു കേസിൽ, ഈ തട്ടിപ്പ് കേസിൽ സുധാകരന് പങ്കുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വരുന്നു. ആ സാഹചര്യത്തിൽ സുധാകരനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലും ക്രൈംബ്രാഞ്ച് തയ്യാറാകുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അന്ന് സുധാകരൻ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ചെല്ലുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയായിരുന്നു. അതിനെല്ലാം ശേഷം ഇപ്പോഴാണ് പെട്ടെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഇത്ര വലിയ രീതിയിൽ ആളിക്കത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സുധാകരൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ തീരുമാനം എടുക്കുന്നതിന് മുൻപേ തന്നെ ഇപ്പോൾ സുധാകരനെതിരെ വീണ്ടും രണ്ടാം പ്രതിയാക്കിക്കൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നത്. പക്ഷേ അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, സുധാകരന് എതിരെ ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഒന്ന് വഞ്ചന കേസാണ് സുധാകരനെതിരെ ചുമത്തിയിട്ടുള്ളത്. രണ്ട് എന്ന് പറയുന്നത് ക്രിമിനൽ ഗൂഢാലോചന വകുപ്പുകളും സുധാകരനെതിരെ ചുമത്തിയിട്ടുണ്ട്. അതായത് വഞ്ചന കേസും ക്രിമിനൽ ഗൂഢാലോചന വകുപ്പുകളിലെല്ലാം തന്നെ സുധാകരന് പങ്കുണ്ട് എന്നുള്ളതാണ് കുറ്റപത്രം പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ സുധാകരന് ഇതിൽ പങ്കുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് ആരോപിക്കുന്ന സാഹചര്യത്തിൽ ചില കണ്ടെത്തലുകൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, ഒന്ന്, സാമ്പത്തിക തട്ടിപ്പിന് സുധാകരൻ കൂട്ടുനിന്നു എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത് എന്ന് പറയുന്നത്, പുരാവസ്തു എന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. അതായത് മോൻസൺ മൗങ്കലിനെ സംബന്ധിച്ചിടത്തോളം മോൻസൺ മൗങ്കലിന്റെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം തന്നെ അതൊന്നും തന്നെ പുരാവസ്തുക്കളായിരുന്നില്ല എന്ന കൃത്യമായ ധാരണ സുധാകരൻ ഉണ്ടായിരുന്നുവെന്നും, എന്നാൽ ആ സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അത് പുരാവസ്തുക്കളാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള, അല്ലെങ്കിൽ അതിനെല്ലാം തന്നെ സുധാകരനും കൂട്ടുനിന്നു എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത്, മോൻസൺ മൗങ്കലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഡോക്ടറാണ് എന്നുള്ള ഒരു പ്രഖ്യാപനമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതേസമയം അദ്ദേഹം ഒരു വ്യാജ ഡോക്ടറാണെന്ന് സുധാകരന് അറിയാമായിരുന്നു. പക്ഷെ എന്നിട്ടും സുധാകരൻ അതിനെ എതിർക്കാതെ അദ്ദേഹം അതിന് കൂട്ടുനിന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി അന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ സുധാകരന് യഥാർത്ഥത്തിൽ മോൻസൺ മൗങ്കലിന്റെ ഒരു പങ്കാളി, അല്ലെങ്കിൽ ഇതിന് മോൻസൺ മൗങ്കലിന്റെ ഈ തെറ്റുകൾക്കെല്ലാം തന്നെ സുധാകരൻ കുടപിടിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് യഥാർത്ഥത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ്. എന്നാൽ അതേസമയം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, പ്രധാന കേസിലായിരുന്നില്ല പോലീസ് അന്ന് കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പ്രധാന കേസിലല്ല പോലീസിന്റെ കേസ് അന്വേഷണം സമാപിക്കുന്നത്. അതിന് അനുബന്ധ കേസിലാണ് ഇപ്പോൾ പോലീസ് ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. സുധാകരനെതിരെയുള്ള കേസ് എന്ന് പറയുന്നത്, മോൻസൺ മൗങ്കൽ വഴി രണ്ടുപേർ സുധാകരനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ചില സാമ്പത്തിക കാര്യങ്ങളിലുള്ള തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് അവരുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേർവഴിക്കാക്കാനായിട്ട്, അല്ലെങ്കിൽ അതെല്ലാം തന്നെ അതിലെ പ്രതിസന്ധികളെല്ലാം തന്നെ നീക്കാനായിട്ട് സുധാകരനെ സ്വാധീനിക്കാനായിട്ട് മോൻസൺ മൗങ്കൽ വഴി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ശ്രമത്തിൽ 25 ലക്ഷം രൂപയാണ് ഇരുവരും കൈമാറിയിട്ടുള്ളത്. ഈ കൈമാറിയ വ്യക്തികൾ എന്ന് പറയുന്നത് മലപ്പുറം സ്വദേശികളായിരുന്നു. 25 ലക്ഷം രൂപയാണ് അന്ന് കൈമാറിയിട്ടുണ്ടായിരുന്നത്. ആ 25 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ സുധാകരന് തന്നെ നൽകുന്നതായിട്ട് അവർ കണ്ടു എന്നും ആരോപണമുണ്ട്. അത് പരാതിക്കാരല്ല പറയുന്നത്. അതേസമയം തന്നെ ഡ്രൈവറായിട്ടുള്ള അലിയാണ് അക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ 10 ലക്ഷം രൂപ സുധാകരന് കണ്ടതായിട്ട് ഒരു ദൃക്സാക്ഷി കൂടി വരികയാണ്. അത്തരമൊരു കേസായിരുന്നു യഥാർത്ഥത്തിൽ സുധാകരന് എതിരെ ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ ഇതിനുശേഷം, അതായത് ഈ ഒരു പോലീസിന്റെ ഭാഗത്തും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു നീക്കത്തിന് ശേഷം പിന്നീട് ED ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ED പിന്നീട് അന്വേഷണത്തിലേക്കെല്ലാം തന്നെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കേസ് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കവും ഇല്ലാതെ, അല്ലെങ്കിൽ മുന്നറിയിപ്പും ഇല്ലാതെ കേസ് വീണ്ടും തലപൊക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അല്ലെങ്കിൽ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, പരാതിക്കാർ തന്നെ ആരോപിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ അവർ സംതൃപ്തരല്ല എന്ന്. അതായത് പലപ്പോഴും മോൻസൺ മൗങ്കലെ ആണെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് മോൻസൺ മൗങ്കൽ പറയുന്നുണ്ട് ഇതിൽ ഒരുപാട് ഉന്നതർ ഇതിൽ പങ്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള PS-നെ പോലും നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നെല്ലാം തന്നെ മോൻസൺ മൗങ്കൽ പറഞ്ഞു വെക്കുകയാണ്. അതേ സാഹചര്യത്തിൽ സുധാകരന് പങ്കില്ല എന്ന് മോൻസൺ
ജോൺസൺ മാവുങ്കൽ തന്നെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഇനി അതിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ പരാതിക്കാർ പോലും നേരിട്ട് എത്തി പറയുകയാണ് അന്വേഷണത്തിൽ അവർ സംതൃപ്തരല്ല. ഈ അന്വേഷണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിലെ ഈ കുറ്റപത്രം സമർപ്പിക്കില്ല അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കുന്ന സാഹചര്യത്തിൽ എവിടെയെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് പാകപ്പിഴവുകൾ, അതായത് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് പാകപ്പിഴവുകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു സംശയം പോലെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് എതിരെ ഇത്തരമൊരു നീക്കം നടക്കണമെന്നുള്ള ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കണ്ണൂർ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയുടെ ഒരു ആവശ്യം തന്നെയാണ്, അല്ലെങ്കിൽ CPIMന്റെ ഒരു ആവശ്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം, CPIMനെ സംബന്ധിച്ചിടത്തോളം, CPIയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ്. കാരണം കേവലം ഒരു സീറ്റിലേക്ക് താഴ്ന്നു പോവുകയും പ്രതിപക്ഷമായ UDFന് വലിയ വിജയം നേടാൻ സാധിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ 2019. സ്വാഭാവികമായും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അതിനെല്ലാം തന്നെ വിശകലന പഠനങ്ങൾ വരുന്ന സാഹചര്യത്തിൽ, ജനങ്ങൾ പോലും പ്രതികരിക്കുന്ന സാഹചര്യത്തിൽ വ്യക്തമാകുന്നത് UDFന് ഇത്തവണയും ഒരു മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ആ സാധ്യത ഒരുപക്ഷെ CPIMന് വലിയ തരത്തിലുള്ള ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു ദേശീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ദേശീയ പാർട്ടി എന്ന ഒരു ലക്ഷ്യം യഥാർത്ഥത്തിൽ CPIMന്റെ മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിസന്ധിയെ മറികടക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ആയുധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് KK ശൈലജയെ ആണെങ്കിലും അതുപോലെ തന്നെ K രാധാകൃഷ്ണനെ ആണെങ്കിലും എല്ലാം തന്നെ കളത്തിലിറക്കിക്കൊണ്ട് ഒരു വലിയ ഒരു പടപ്പുറപ്പാടിന് അല്ലെങ്കിൽ വലിയൊരു പോരാട്ടത്തിന് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇനി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ കണ്ണൂര് സുധാകരനാണ് UDFന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ ഓപ്പോസിറ്റുള്ള, അതായത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത് MV ജയരാജനാണ്. MV ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സുധാകരനല്ല അവിടെ മത്സരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ LDFന് അവിടെ വിജയം ഉറപ്പാണ് എന്നുള്ള ഒരു തീരുമാനത്തിലാണ്, അല്ലെങ്കിൽ അത്തരം ഒരു പ്രതീക്ഷയിലാണ് CPIM ഉള്ളത്. എന്നാൽ അതേസമയം തന്നെ സുധാകരനാണ് അവിടെ ഓപ്പോസിറ്റ് വരുന്നതെങ്കിൽ സുധാകരന് തീർച്ചയായിട്ടും അവിടെ വിജയം വരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ചില നിരീക്ഷണങ്ങളുമുണ്ട്. അതേസമയം തന്നെ സുധാകരനെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കണ്ണൂർ ലോക്സഭാ മണ്ഡലം നിസ്സാരമായിട്ട് തന്നെ പിടിച്ചെടുക്കാനായിട്ട് LDFന് സാധിക്കുമെന്നുള്ളൊരു രാഷ്ട്രീയ തന്ത്രം കൂടി അവിടെയുണ്ട്. കാരണം സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ തരത്തിലുള്ള കോട്ട സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് UDFനുള്ളിൽ സുധാകരൻ പ്രതിപക്ഷ നേതാവായ VD സതീശനെ പോലും അധിക്ഷേപിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നു. UDFനുള്ളിൽ തന്നെ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ പല അസ്വാരസ്യങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. പലപ്പോഴും അദ്ദേഹം മൈക്ക് പോലും മറന്നുകൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ വരികയാണ്. UDFനുള്ളിൽ തന്നെ സുധാകരൻ ഒരു ബാധ്യതയാണെന്ന് UDF നേതാക്കൾ പോലും നേരിട്ട് വന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് സുധാകരനെതിരെയുള്ളത്. അതേ സാഹചര്യത്തിൽ സുധാകരനെതിരെ ഒരു കുറ്റപത്രം കൂടി വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സ്വാഭാവികമായും രാഷ്ട്രീയ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും. സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമേജിനും മൈലേജിനും അത് ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സുധാകരന്റെ ആ ഇമേജ് ഒരുപക്ഷെ തകർക്കപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIMന് മുന്നേറാനായിട്ട് സാധിക്കുമെന്നുള്ള വലിയൊരു രാഷ്ട്രീയ തന്ത്രം കൂടി ഇതിന് പുറകിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പരാതിക്കാരുടെ ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ ആശങ്കയെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സുധാകരനെതിരെയുള്ള ഈ കുറ്റപത്രം പോലും ഇപ്പോഴുള്ള വന്നിട്ടുള്ള സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവായ VD സതീശൻ പോലും പ്രതികരിക്കുന്നത് ഇതെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ പ്രേരിതമാണ്, സുധാകരനെ എതിരെ മനഃപൂർവ്വം ഉള്ള കരുനീക്കമാണ് എന്നുള്ളത് തന്നെയാണ് VD സതീശൻ പോലും പ്രതികരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും എന്തായിരിക്കാം ഇനി മുന്നോട്ടുള്ള പോലീസിന്റെ നീക്കമെന്ന് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ നീക്കമെന്നോ, എന്താണ് ഈ കാര്യത്തെ എങ്ങനെയാണ് UDF ഇനി കൈകാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതോ, എങ്ങനെയാണ് CPM അല്ലെങ്കിൽ അഥവാ ഇടതുപക്ഷം എങ്ങനെയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇനി ഒരു രാഷ്ട്രീയ തന്ത്രമാക്കാനാണ് പടപ്പുറപ്പാട് എന്നുള്ളതെല്ലാം തന്നെ കണ്ടു തന്നെ അറിയേണ്ടി വരും. നിർണായകമാകുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ ചരിത്ര ദിനം തന്നെയാണ്, അല്ലെങ്കിൽ ആ ചരിത്ര ഒരു മണ്ഡലമായ കണ്ണൂർ തന്നെയായിരിക്കും.